ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തു വന്നത്. അതിൽ 43 ശ്ലോകം വരെയുള്ള 43-ാമത്തെ ശ്ലോകം വരെയുള്ള കുന്തി സ്തുതി നമ്മൾ വിചാരം ചെയ്തു. കുന്തി സ്തുതിയുടെ അവസാനം ഈ അധ്യായത്തിൽ എന്താണ് വ്യാസൻ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കുന്തി ദേവിയുടെ സ്തുതി അവസാനിപ്പിച്ച് അടുത്ത ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 44-ാമത്തെ ശ്ലോകമാണ്. സൂത ഉവാച പൃഥയേത്ഥം കളപതൈ പരിണൂതാഖിലോദയ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയന്നിവ മായയാ. സൂത ഉവാച പൃഥയേത്ഥം കളപതൈ പരിണൂതാഖിലോദയ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയന്നിവ മായയാ. സൂതഃ ഉവാച, സൂതൻ പറഞ്ഞു. സൂതൻ ശൗനകാദി മഹർഷിമാർക്കാണ് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സൂതൻ പറഞ്ഞത്? പൃഥയാ ഇത്തം കളപതൈഹി പരിണൂതാഖിലോദയഃ. പൃഥയാ ഇത്തം കളപതൈഹി പരിണൂതാഖിലോദയഃ വൈകുണ്ഠഃ മായയാ മോഹയൻ ഇവ മന്ദം ജഹാസ. ഭഗവാന്റെ പ്രതികരണമാണ് ഇവിടെ പറയുന്നത്. പൃഥയാ ഇത്തം കളപതൈഹി പരിണൂതാഖിലോദയഃ. പൃഥ എന്ന് വെച്ചാൽ കുന്തി ദേവിയാണ്. കുന്തിയുടെ പേരാണ് പൃഥ. പൃഥയാൽ ഇത്തം ഇങ്ങനെ, കളപതൈഹി മനോഹരമായ വാക്കുകളെ കൊണ്ട്, പരിണൂതമായ അഖിലോദയത്തോട് കൂടിയവൻ. പരിണൂതൻ എന്ന് വെച്ചാൽ സ്തുതിക്കപ്പെട്ട, അഖിലോദയ എല്ലാതരം മഹിമകളോടും കൂടിയവനായ വൈകുണ്ഠ ശ്രീകൃഷ്ണ ഭഗവാൻ. വികുണ്ഠനായിരിക്കുന്നത് കുണ്ഠകളില്ലാത്തവൻ, അല്ലെങ്കിൽ വൈകുണ്ഠലോകത്തിന്റെ സ്വാമിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. മായയാ മോഹയൻ ഇവ, മായ കൊണ്ട് മോഹിപ്പിക്കുന്നത് പോലെ, മന്ദം ജഹാസ മെല്ലെ പുഞ്ചിരിച്ചു, മെല്ലെ ചിരിച്ചു, പുഞ്ചിരിച്ചു അല്ലെങ്കിൽ മന്ദസ്മിതം ചെയ്തു എന്നർത്ഥം. മനോഹരമായ സ്തുതികളെ കൊണ്ട് കുന്തിദേവി ഭഗവാനെ നല്ല വാക്കുകളെ കൊണ്ട് ഇങ്ങനെ സ്തുതിച്ച സമയത്ത് സ്തുതിക്കപ്പെട്ട വലിയ മാഹാത്മ്യത്തോട് കൂടിയവനായ ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. മന്ദസ്മിതം തൂകി. എങ്ങനെ മന്ദസ്മിതം തൂകി? മായ കൊണ്ട് മറ്റുള്ളവരെ മോഹിപ്പിക്കുന്നത് പോലെ. ഭഗവാന്റെ പുഞ്ചിരി മായയാണ്. ഹാസോ ജനോന്മാദകരീച്ച മായ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും, സാധാരണക്കാരായ ആളുകളിൽ ഉന്മാദം ജനിപ്പിക്കുക, മതം ഉണ്ടാക്കുക, ഉന്മാദം ഉണ്ടാക്കുക, അതാണ് മായയുടെ സ്വഭാവം. ഉള്ള വസ്തു ഇല്ല എന്ന് തോന്നുക, ഇല്ലാത്ത വസ്തു ഉണ്ടെന്ന് തോന്നുക. യഥാർത്ഥത്തിൽ ഉള്ള വസ്തു എന്താണ്? ഈശ്വരനാണ് ഉള്ള വസ്തു. അതില്ലെന്ന് നമ്മളെ തോന്നിപ്പിക്കും. അതുപോലെ ഈ പ്രകൃതിയാണ്, ഈ ദൃശ്യപ്രപഞ്ചമാണ് വാസ്തവത്തിൽ ഇല്ലാത്തത്. അതായത് ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ എല്ലാ കാലത്തും നിലനിൽക്കാത്ത വസ്തുവാണ് മിഥ്യ. മിഥ്യയായിരിക്കുന്ന ഈ പ്രപഞ്ചം നമുക്ക് സത്യമാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഇതാണ് ഈ ഉന്മാദം എന്ന് പറയുന്നത്. ഈ ഉന്മാദം ഉണ്ടാക്കുന്നവളായ മായ ഭഗവാന്റെ പുഞ്ചിരിയാണ്, ഭഗവാന്റെ ചിരിയാണ് എന്ന് ഭാഗവതം പറയുന്നു. വിരാട് പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ ചിരിയിൽ നിന്നാണ് മായ ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ ആ മായ കൊണ്ട് എങ്ങനെയാണോ, തൻ്റെ ചിരി കൊണ്ട് എങ്ങനെയാണോ ഭഗവാൻ മായയെ ഉണ്ടാക്കുന്നത്, അതുപോലെ ഭഗവാൻ കുന്തിദേവിയുടെ ഈ സ്തുതി കേട്ട്, മനോഹരമായ വാക്കുകൾ കൊണ്ടുള്ള സ്തുതി കേട്ട് ഭഗവാൻ പുഞ്ചിരിച്ചു.
സൂത ഉവാച പൃഥയേത്ഥം കളപദൈ പരിണൂതാഖിലോദയ മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയന്നിവ മായയാ. ഇതാണ് ഈ 44 ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി ശ്ലോകം 45 നോക്കാം. താം ബാഢമിത്യുപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രിയശ്ച സ്വപുരം യാസ്യൻ പ്രേംണാ രാജ്ഞാ നിവാരിത. താം ബാഢമിത്യുപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രിയശ്ച സ്വപുരം യാസ്യൻ പ്രേംണാ രാജ്ഞാ നിവാരിത. അന്വയം: ഗജസാഹ്വയം പ്രവിശ്യ താം ബാഢം ഇതി സ്ത്രിയഃ ച ഉപാമന്ത്ര്യ സ്വപുരം യാസ്യൻ രാജ്ഞാ പ്രേംണാ നിവാരിതഃ. ഗജസാഹ്വയം എന്ന് വച്ചാൽ ഹസ്തനാപുരി. ഹസ്തനാപുരിയുടെ മറ്റൊരു പേരാണ് ഗജസാഹ്വയം. ഈ ഹസ്തനാപുരിയെ പ്രവേശിച്ചിട്ട് താം അവളോട്, അതായത് കുന്തിയോട്, ബാഠം ഇതി അങ്ങനെ ആകട്ടെ, ശരി എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ, അതാണ് ബാഠം ഇതി, അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട്, ശരി എന്നാ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട്, സ്ത്രീയഃ ച ഉപാമന്ത്ര്യ, സ്ത്രീകളോടും ഉപാമന്ത്ര്യ യാത്ര പറഞ്ഞിട്ട്, സ്വപുരം യാസ്യൻ സ്വന്തം പുരത്തിലേക്ക്, ദ്വാരകാപുരിയിലേക്ക് പോകുന്നവനായിട്ട്, രാജ്ഞാ പ്രേംണ നിവാരിത, രാജാവിനാൽ പ്രേമത്തോടുകൂടി, പ്രേമം കൊണ്ട് തടയപ്പെട്ടു. അതായത് എല്ലാവരുടെ യാത്ര പറഞ്ഞു, കുന്തിയോട് ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട്, മറ്റ് സ്ത്രീകളോടും യാത്ര പറഞ്ഞിട്ട് ഭഗവാൻ സ്വന്തം പുരിയായ ദ്വാരകയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് രാജാവ്, അതായത് യുധിഷ്ഠിര മഹാരാജാവ് സ്നേഹത്തോടുകൂടി ഭഗവാനെ തടഞ്ഞു. ഹേ കൃഷ്ണ, അങ്ങ് പോകാറായില്ല. യുദ്ധം കഴിഞ്ഞ് നമ്മളൊക്കെ ഈ രാജ്യത്തിൻ്റെ ആ ഭാരം ഏറ്റെടുത്ത് കുറച്ചുകാലം നമ്മുടെ കൂടെ കഴിഞ്ഞ് അല്പം സുഖമായി കഴിഞ്ഞ് പോയാൽ പോരെ? കാരണം ഭഗവാൻ അവരുടെ ബന്ധുവാണ്, അവർക്ക് ആപത്കാലത്ത് ഒരുപാട് സഹായം ചെയ്ത ആളാണ്. 12-13 വർഷക്കാലം നാട് വിട്ട് കാട്ടിലും മറ്റുമായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന പാണ്ഡവന്മാർക്ക് ഇപ്പോൾ രാജ്യം തിരിച്ചു കിട്ടുമ്പോൾ അല്പകാലം സന്തോഷമായിട്ട് കഴിയണം, ഭഗവാനോടൊപ്പം ഒരുമിച്ച് കഴിയണം, സന്തോഷമായിട്ട് കഴിയണം എന്ന ആഗ്രഹം തോന്നുന്നത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, എന്താണ് ഇത്ര ധൃതി എന്ന് സാധാരണ ബന്ധുക്കളോട് ചോദിക്കുന്നത് പോലെ ഭഗവാനോട് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, തടയുകയും ചെയ്തു, പോകരുത്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, എന്താ ഇപ്പോൾ അവിടെ പോയിട്ട് തിരക്കുള്ളത് എന്നൊക്കെ ചോദിച്ച് സ്നേഹത്തോടു കൂടി ഭഗവാനാണെങ്കിൽ ഈ സ്നേഹപൂർണമായ യാചനകളെ എപ്പോഴും സ്വീകരിക്കാതിരിക്കാൻ ഭഗവാന് സാധ്യമല്ല. തൻ്റെ ഭക്തന്മാർ, തന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും ഭഗവാൻ അത് അനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ഒരു ഭക്തഭക്തിമാനാണ് ഭഗവാൻ, ഭക്തന്മാരുടെ പ്രിയങ്കരനാണ്, അവർക്ക് പ്രിയം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ സ്നേഹപൂർവ്വം തടഞ്ഞപ്പോൾ അവിടെ തന്നെ താമസിച്ചു എന്നർത്ഥം. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. താം ബാഠമിത്യുപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഹ്വയം സ്ത്രിയശ്ച സ്വപുരം യാസ്യൻ പ്രേംണ രാജ്ഞാ നിവാരിത. ഇതാണ് 45 ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 46 ശ്ലോകം നോക്കുക. വ്യാസാദ്യൈരീശ്വരേഹാജ്ഞൈ കൃഷ്ണേനാത്ഭുതകർമ്മണ പ്രബോധിതോപീതിഹാസൈ നാബുദ്ധ്യത ശുചാർപ്പിത. വ്യാസാദ്യൈരീശ്വരേഹാജ്ഞൈ കൃഷ്ണേനാത്ഭുതകർമ്മണ പ്രബോധിതോപീതിഹാസൈർനാബുദ്ധ്യത ശുചാർപ്പിത. എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? ഈശ്വരേഹാജ്ഞൈ വ്യാസാദ്യൈ അദ്ഭുതകർമ്മണ കൃഷ്ണേന ഇതിഹാസൈ പ്രബോധിതഃ അപി ശുചാർപ്പിതഃ ന അബുദ്ധ്യത. ഈശ്വരേഹാജ്ഞൈ, ഈശ്വരേഹ എന്ന് വെച്ചാൽ ഈശ്വരന്റെ ഇഷ്ടം, ഈശ്വരന്റെ ഇംഗിതം, ഈശ്വരന്റെ അഭിപ്രായം, ഭഗവാന്റെ അഭിപ്രായം. ഈശ്വരേഹയെ അജ്ഞൈ, ഈശ്വരേഹയാ അജ്ഞൈ. ശ്രീധരാചാര്യ സ്വാമികൾ അതിനെ വിഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈശ്വരേഹയാ അജ്ഞൈ, ഈശ്വരന്റെ ഇംഗിതത്തെ, ഈശ്വരന്റെ അഭിപ്രായത്തെ അറിയാത്തവരാൽ
അതാരാണ്? വ്യാസാദ്യൈഹി, വ്യാസൻ മുതലായിട്ട് ആളുകൾ, വ്യാസൻ, ധൗമ്യർ, കൃപർ മുതലായിട്ടുള്ള മഹാജ്ഞാനികളായിട്ടുള്ള ഋഷിവര്യന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരായിട്ടുള്ള ജ്ഞാനികളായ ഈശ്വരനെ അറിയുന്നവരാണ് ഇവരൊക്കെ തന്നെ വാസ്തവത്തിൽ. പക്ഷെ ഇവിടെ ഈശ്വരേഹാജ്ഞൈഹി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈശ്വരേഹാജ്ഞൈഹി വ്യാസാദ്യൈഹി, ഈശ്വരന്റെ അഭിപ്രായത്തെ ഈശ്വരേഹ അജ്ഞൈഹി എന്ന അർത്ഥമെടുത്താൽ ഈശ്വരന്റെ ഇംഗിതത്തെ അറിയാത്തവരായിട്ടുള്ള വ്യാസൻ മുതലായിട്ടുള്ള ആളുകളാൽ, അതുപോലെ അത്ഭുതകർമ്മണ കൃഷ്ണേന, അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്നവനായ ശ്രീകൃഷ്ണനെ കൊണ്ടും, ഇതിഹാസങ്ങളെ കൊണ്ട് പ്രബോധിത, ഇതിഹാസ കഥകൾ കേൾപ്പിച്ച് അതിലൂടെ ജ്ഞാനം നൽകപ്പെട്ടവനായിട്ട് കൂടി, ഉപദേശിക്കപ്പെട്ടവനായിട്ട് കൂടി, ഉദ്ബോധനങ്ങൾ നൽകപ്പെട്ടവനായിട്ട് കൂടി, ശുചാർപ്പിത യുധിഷ്ഠിര ന അബുദ്ധ്യത, ശോകത്താൽ ശോകാർപ്പിതനായിരിക്കുന്ന ശോക പര്യാകുലനായിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിന് ബോധ്യം വന്നില്ല. രണ്ട് വിഭാഗം ആളുകളാണ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്, അദ്ദേഹത്തിന് പ്രബോധനം നൽകിയത്, ഉണർവ് നൽകിയത്, ഉത്ബോധനം നൽകിയത്. ആരൊക്കെയാണ്? ഒന്ന് വ്യാസാദി ജ്ഞാനികൾ, മറ്റൊന്ന് അത്ഭുതകർമ്മം ചെയ്യുന്നവനായ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇവിടെ ഈശ്വരേഹാജ്ഞൈഹി എന്ന പദത്തിന് രണ്ട് തരത്തിൽ അതിനെ വിഗ്രഹിക്കാം. ഒന്ന് ഈശ്വരേഹയാ അല്ലെങ്കിൽ ഈശ്വരേഹയാ അജ്ഞൈഹി എന്ന് ശ്രീധരാചാര്യ സ്വാമികളെ പറഞ്ഞ ഒരർത്ഥം, അല്ലെങ്കിൽ ഈശ്വരേഹാം ജാനാതി ഇതി ഈശ്വരേഹാജ്ഞ, ഈശ്വരേഹയെ അറിയുന്നവൻ എന്ന, അറിയുന്ന ആളുകൾ എന്ന ഒരു അർത്ഥം കൂടി നമുക്ക് എടുക്കാൻ സാധിക്കും വേണമെങ്കിൽ. പക്ഷേ ഇവിടെ ഈശ്വരേഹയാ അജ്ഞൈഹി, ഈശ്വരന്റെ അഭിപ്രായത്തെ, ഭഗവാന്റെ ആഗ്രഹങ്ങളെ അറിയാത്തവരായ വ്യാസാദി മഹർഷിമാരാൽ എന്ന് തന്നെ അർത്ഥമെടുക്കാം എന്ന് ശ്രീധരാചാര്യർ, മഹാജ്ഞാനിയായ ശ്രീധരാചാര്യർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും കൂടുതൽ സാർത്ഥകമാവുക. ഞാൻ ആദ്യമൊക്കെ ധരിച്ചിരുന്നത് ഈശ്വരയെ അറിയുന്നവർ എന്നാണ്. വ്യാസാദി മുനിമാർക്ക് ഭഗവാന്റെ ഇഷ്ടം അറിയാതിരിക്കുകയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നീട് ഈ ശ്രീധരീയ വ്യാഖ്യാനത്തെ നോക്കിയ സമയത്താണ്, പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ മറ്റൊരു അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന്. അതും യുക്തിസഹമാണ് എന്ന് പിന്നീട് അനുഭവപ്പെട്ടു. എന്തുകൊണ്ട്? ഇവിടെ ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്ന യുക്തി എന്താണെന്ന് വെച്ചാൽ, സ്വഭക്തനായ ഭീഷ്മരെ കൊണ്ട് ഉപദേശം ചെയ്യിക്കണം. യുധിഷ്ഠിരന്റെ ഉള്ളിലുള്ള ദുഃഖത്തെയും ഉള്ളിലുള്ള പലതരത്തിലുള്ള സന്ദേഹങ്ങളെയും സംശയങ്ങളെയും വ്യാധിയെയും ആധിയെയും ഒക്കെ നീക്കണമെങ്കിൽ അത് ഭീഷ്മരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ ഇച്ഛ, ഭഗവാന്റെ ആഗ്രഹം. എന്തുകൊണ്ട്? ഒന്ന്, അദ്ദേഹം ആ ശരശയ്യയിൽ, കുരുക്ഷേത്ര ഭൂമിയിൽ ശരശയ്യയിൽ മരണത്തെ കാത്തുകിടക്കുന്നവനാണ്. അതുപോലെ തൻ്റെ ദർശനം ആഗ്രഹിച്ചു കഴിയുന്നവനുമാണ്. തൻ്റെ ദർശനം ആഗ്രഹിച്ചു കഴിയുന്ന തൻ്റെ മഹാഭക്തനായ ഭീഷ്മരെ കൊണ്ട് ഈ യുധിഷ്ഠിര മഹാരാജാവിന് ശ്രേഷ്ഠമായ ജ്ഞാനോപദേശം ചെയ്യിച്ചാൽ ആ ഭീഷ്മരുടെ കീർത്തി വർദ്ധിക്കും, അദ്ദേഹത്തിന് യശസ്സുണ്ടാകും. താനിപ്പോൾ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തു. ആർക്കാണ് കീർത്തി ഉണ്ടായത്? തനിക്ക് കീർത്തി ഉണ്ടായി. അങ്ങനെ വേണ്ട, തൻ്റെ ഭക്തന് കീർത്തി ഉണ്ടാക്കി കൊടുക്കാം. ഭീഷ്മരുടെ ഉപദേശങ്ങളാണ് പിന്നീട് ശാന്തി പർവ്വം എന്ന് പറയുന്ന ശാന്തി അനുശാസന പർവ്വങ്ങളിൽ അത്രയും വരുന്ന വളരെ ദൈർഘ്യമുള്ള 2 പർവ്വങ്ങളിലെ ഉപദേശങ്ങളൊക്കെ ഭീഷ്മരാണ് ശരശയ്യയിൽ വെച്ച് യുധിഷ്ഠിരനെ കൊടുക്കുന്നത്. ആ ഉപദേശം കൊണ്ടാണ് ഭീഷ്മർ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത്, അദ്ദേഹത്തിന് കീർത്തി വർദ്ധിച്ചത്. അദ്ദേഹം തൻ്റെ പരമഭക്തനാണ്. അദ്ദേഹത്തിന് തൻ്റെ ദർശനവും കൊടുക്കണം, അദ്ദേഹത്തിന് മോക്ഷവും കൊടുക്കണം, അദ്ദേഹത്തിൽ ആ കീർത്തിയും നൽകണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. അതിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് മഹാഭാരതത്തിൽ അത് പറയുന്നുണ്ട്. ആ ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ശക്തിയുണ്ടോ, തനിക്ക് ആയുസ്സുണ്ടോ, ഭഗവാന്റെ മുന്നിൽ വെച്ച് താൻ എങ്ങനെയാണ് ഭഗവാന്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുക എന്ന് ഭീഷ്മർ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭീഷ്മരെ, അങ്ങ് സംശയിക്കേണ്ടതില്ല, ഞാൻ എൻ്റെ ശക്തിയെ അങ്ങക്ക് തന്നിരിക്കുന്നു. അതുവരെ അങ്ങക്ക് യാതൊരു തരത്തിലുള്ള ദാഹവും വിശപ്പും ശരീരവേദനയും അറിയാതെ നിർബാധമായിട്ട് നിർവിഘ്നമായിട്ട് അതുപോലെ അനർഗളമായിട്ടുള്ള വാക്പ്രവാഹവും ശക്തിയും ഒക്കെ അങ്ങേക്കുണ്ടാകും. അത് ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം അതാണ്. ഭഗവാൻ ഭീഷ്മരിലൂടെ അത് പറയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ വ്യാസനും ധൗമ്യനും കൃപനും മറ്റ് മഹർഷിമാരും ഭഗവാന്റെ ഉള്ളിലിരിപ്പിനെ അവർ വേണ്ട വിധം അറിഞ്ഞില്ല. ഭഗവാൻ അറിഞ്ഞവരാണെങ്കിൽ പോലും ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യവും അവർക്ക് അറിയാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ
സർവേശ്വരനാണ്. ഭഗവാന്റെ ഇംഗിതത്തെ അറിയുന്നത് ഭഗവാന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് പരമജ്ഞാനികളായ വ്യാസാദി മഹർഷിമാർക്ക് പോലും ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പിടികിട്ടാതിരുന്നത്. അതാണ് ഭഗവാന്റെ ചിന്താഗതിയും പ്രവർത്തന പദ്ധതിയും. അതുകൊണ്ട് കൂടിയാണ് ഭഗവാൻ അത്ഭുതകർമാവായി മാറിയത്. അത്ഭുതകർമ്മണ എന്ന് പ്രത്യേകമായൊരു വിശേഷണം പറയാൻ കാരണവും അതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? ഭഗവാൻ തന്നെ ഉപദേശിച്ചു. അത്ഭുതകർമ്മണ കൃഷ്ണേന അപി പ്രബോധിത. ഭഗവാൻ എല്ലാ അത്ഭുതവും കാണിക്കുന്ന ഭഗവാൻ എന്തുകൊണ്ടാണ് ഭഗവാൻ ഉപദേശിച്ചിട്ടും അദ്ദേഹം അബുദ്ധ്യത, അദ്ദേഹത്തിന് ബോധം വന്നില്ല എന്നൊരവസ്ഥയുണ്ടായത്? അതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കൃഷ്ണേനാപി പ്രബോധിത ന അബുദ്ധ്യത അത്ര ഹേതു. ശ്രീധരാചാര്യർ പറയുന്നു, അതിൻ്റെ കാരണം പറയാം. അത്ഭുതകർമ്മണീരി, ഭഗവാൻ അത്ഭുതകർമാവായതുകൊണ്ട് തന്നെയാണ്. കാരണം ഭഗവാൻ ചില സന്ദർഭങ്ങളിൽ താൻ ഇത് ചെയ്യാൻ സമർത്ഥനല്ല എന്ന് കാണിക്കാനും ഭഗവാൻ ചില സമയത്ത് പ്രയത്നിക്കാറുണ്ട്. ഇത് ചെയ്യാൻ ഞാൻ ആളല്ല എന്ന് കാണിക്കുക. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? താൻ നൽകുന്ന ഉപദേശത്തിന് വിപരീതമായ ഫലം ഉണ്ടാക്കുക. അതാണ് ഭഗവാന്റെ അത്ഭുതകർമ്മം. അങ്ങനെ മുമ്പ് അങ്ങനെ ഭഗവാൻ ചെയ്തിട്ടുണ്ടോ എന്നാണെങ്കിൽ ചെയ്തിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധം അങ്ങനെ ഉണ്ടായതാണ് എന്ന് ശ്രീധരാചാര്യ സ്വാമികൾ കാര്യകാരണ സഹിതം ഇവിടെ പറയുന്നു. യഥാ കുരുപാണ്ഡവ സന്ധാനാർത്ഥം ഗതേവി യഥോചിതമേവ വദൻ അപി വിഗ്രഹമേവ ദൃഢീകൃതവാൻ ഏവം അത്രാപി പ്രബോധയൻ അബോധമേവ ചകാര ഇത്യർത്ഥഃ. എന്തൊരു ബുദ്ധിപരമായ ഒരു വ്യാഖ്യാനമാണ് എന്ന് അത് വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ശ്രീധരാചാര്യരും ഒരു അത്ഭുത കർമാവ് തന്നെയാണ്. അദ്ദേഹം പറയാണ്, കുരുപാണ്ഡവന്മാരുടെ സന്ധിയെ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്കിടയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്ന ഭാവത്തിലാണ് ഭഗവാൻ ചെന്ന് ആ ഹസ്തനപുരി ചെന്ന് ദൂത് പറഞ്ഞത്. പാണ്ഡവന്മാർക്ക് വേണ്ടി അവരുടെ ദൂതനായിട്ട് ചെന്ന് ഭഗവത് ദൂത് അവിടെ അവതരിപ്പിച്ചത്. അവിടെ ഭഗവാൻ ചെയ്തെന്തായിരുന്നു? അവിടെ ചെന്ന് യഥോചിതമേവ വദൻ, പറയേണ്ട ഒരു ദൂതൻ പറയേണ്ടതായ കൃത്യമായ വാക്കുകളെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഒന്ന് ചേരണം, യുദ്ധം ചെയ്യരുത്, യുദ്ധം ഒഴിവാക്കണം, അവർക്ക് അർദ്ധരാജ്യം കൊടുക്കണം, അർദ്ധരാജ്യം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ 5 ഗ്രാമങ്ങളെങ്കിലും കൊടുക്കണം, 5 ഗ്രാമങ്ങൾ പറ്റില്ലെങ്കിൽ 5 ഗ്രഹങ്ങളെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് താഴ്ന്നു വരുന്ന രീതിയിൽ വളരെ വിനയാന്വിതനായിട്ട് ഭഗവാൻ അവരോട് പ്രാർത്ഥിച്ചു, പാണ്ഡവന്മാർക്ക് വേണ്ടി. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും ഭഗവാൻ ഉദ്ദേശിച്ചെന്തായിരുന്നു? ദുര്യോധനൻ ഇതിന് വഴങ്ങരുത് എന്ന് ഭഗവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ദുര്യോധനൻ കൊല്ലപ്പെടേണ്ടവനാണ്, ദുര്യോധനൻ പാപിയാണ്, ദുര്യോധനൻ കുരുകുലത്തിൻ്റെ ആമയമാണ്, കുരുകുലത്തിൻ്റെ മഹാരോഗമാണ്, അർബുദമാണ്, മുറിച്ച് മാറ്റേണ്ട അവയവമാണ്. അവൻ പണ്ടുകാലത്ത് ആ കലി എന്ന് പറയുന്ന കലിയുഗത്തിൻ്റെ അഭിമാന ദേവതയായ അധർമ്മത്തിൻ്റെ പ്രയോക്താവായിട്ടുള്ള കലിയുടെ മനുഷ്യാവതാരമാണ്. ശകുനി ദ്വാപരൻ എന്ന ആ യുഗത്തിൻ്റെ അഭിമാന ദേവതയായിട്ടുള്ള ദ്വാപരൻ എന്ന ദുഷ്ടമൂർത്തിയാണ്. രണ്ടുപേരും കൊല്ലപ്പെടേണ്ടവനാണ്. കർണൻ കൊല്ലപ്പെടേണ്ടവനാണ്. സഹസ്രകവചൻ എന്ന അസുരനാണ്. നരകാസുരൻ്റെ ജീവചൈതന്യം ആ കർണനിൽ ആവേശിച്ചിട്ടുണ്ട്. കർണന് ഒരു കാലത്തും വെറുതെ വിടാൻ പാടില്ല, കൊല്ലപ്പെടേണ്ടവനാണ്. പിന്നെയോ ജയദ്രഥൻ കൊല്ലപ്പെടേണ്ടവനാണ്. അതുപോലെ മറ്റനേകം ആളുകൾ, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ, രാജാക്കന്മാർ. രണ്ട് വശത്തും, പാണ്ഡവന്മാരുടെ വശത്തുമുള്ള ആളുകൾ അത്ര നല്ല ആളുകൾ എന്ന് പറയാൻ സാധിക്കില്ല. അവരുടെ കൂടെ ഉള്ളവരും അത്ര ധാർമ്മികന്മാരൊന്നുമല്ല, അവരും കൊല്ലപ്പെടേണ്ടവരാണ്. അവരെ കൊല്ലാൻ മറുപക്ഷത്ത് ഭീഷ്മരും ദ്രോണരും അങ്ങനെയുള്ള വലിയ അതിരഥന്മാർ അവിടെയുണ്ട്. വലിയ തേരാളികളുണ്ട്, വലിയ പോരാളികളുണ്ട്. അവരെ കൊണ്ട് പാണ്ഡവപക്ഷത്തുള്ള സൈന്യങ്ങളെയും കൊല്ലിപ്പിക്കാം എന്നായിരുന്നു ഭഗവാൻ ചിന്തിച്ചത്. അങ്ങനെ രാജവംശത്തിൻ്റെ നാശം ഉണ്ടാകണം. അവരൊക്കെ തന്നെ ആസുരിക ശക്തികളാണ്. ഇത് ആണ് ഭഗവാന്റെ ഇച്ഛ, അതായിരുന്നു ഭഗവാന്റെ തീരുമാനം. അതുകൊണ്ട് ഭഗവാൻ സാധാരണ രീതിയിൽ മനുഷ്യർക്ക് പുറമേ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ലോകധർമ്മം അനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ കടമയായിട്ടുള്ള സന്ധി ചെയ്യാൻ വേണ്ടിയിട്ട്, ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ ചെന്നു. അത് വലിയ സൈന്യത്തോടു കൂടി ചെന്നു. ആളുകൾക്ക് സാധാരണ വലിയ രാഷ്ട്രനായകന്മാരൊക്കെ തന്നെ പത്രപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ക്യാമറക്കാരെയൊക്കെ കൂട്ടിയിട്ടാണല്ലോ പോവുക. പട്ടാള യോദ്ധാക്കൾ ഉണ്ടാകും, തൻ്റെ കാവൽക്കാരോടൊക്കെ ഉണ്ടാകും. അതുപോലെ ഒരു ഘോഷമായിട്ടാണ് ഭഗവാൻ ആ ഭഗവത് ദൂത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്തനാപുരിയിൽ ചെന്നത്. എന്തുകൊണ്ട്? താൻ ഇതാ സമാധാനം ആഗ്രഹിക്കുന്നവനാണ്. ഞാൻ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ഇവരുടെ ഒത്തുതീർപ്പിന് വേണ്ടി പരിശ്രമിച്ചിട്ടും ഇവർ യുദ്ധം ചെയ്തു. ഇപ്പം എൻ്റെ ഭാഗത്ത് തെറ്റില്ല, പാണ്ഡവന്മാരുടെ ഭാഗത്തും തെറ്റില്ല. കാരണം അവരും സന്ധിക്ക് വേണ്ടിയിട്ട്
പരമാവധി ആഗ്രഹിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു എന്ന് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ആ ദൂത് ഭംഗിയായി നിർവഹിച്ചു എന്നാണ്. അതാണ് ശ്രീധരാചാര്യർ പറഞ്ഞത്, യഥോചിതമേവ വദൻ, ഉചിതമായിട്ട് തന്നെ പറഞ്ഞുവെങ്കിലും വിഗ്രഹമേവ ദൃഢീകൃതവാൻ. അവിടെ വിഗ്രഹം എന്ന് വെച്ചാൽ യുദ്ധത്തെ ദൃഢീകരിക്കുകയാണ് ചെയ്തത്. യുദ്ധം ചെയ്യണമെന്ന ആഗ്രഹം കുരുക്കളിൽ ഉണ്ടാക്കുകയായിരുന്നു ഭഗവാൻ. അത് ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഇടപെടലല്ല, പരോക്ഷമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു? ഭഗവാന്റെ വാക്കുകളിലൂടെ, അതിൻ്റെ ധ്വന്യാത്മകത കൊണ്ടോ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ മായ കൊണ്ട് ദുര്യോധനനിൽ ഈ ദുർബുദ്ധി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് യുദ്ധമാണ് അതുകൊണ്ട് ഉണ്ടായത്. ഇങ്ങനെ ഒരു വിരുദ്ധമായ ഫലം തൻ്റെ വാക്കുകളെ കൊണ്ട് ഉണ്ടാക്കാൻ ഭഗവാൻ അത്ഭുതകരമായ ഒരു കർമ്മം അവിടെ ചെയ്തു എന്നാണ് ശ്രീധരാചാര്യർ പറയുന്നത്. അതുപോലെ ഇവിടെയും അത്ഭുതകർമാവായ ഭഗവാൻ എന്ത് ചെയ്തു? എവം അത്രാപി പ്രബോധയൻ അബോധമേവ ചകാര. യുധിഷ്ഠിര മഹാരാജാവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞ എല്ലാ ഉദ്ബോധനാത്മകമായ ഉപദേശങ്ങളും അദ്ദേഹത്തിന് ബോധം വരാതിരിക്കാനാണ് ഉപകരിക്കേണ്ടത് എന്ന് ഭഗവാൻ ചിന്തിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെ വന്നാലേ ഭീഷ്മർ തന്നെക്കാൾ കേമനാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ട് പോലും മനസ്സാക്കാതിരുന്ന യുധിഷ്ഠിരന് ഭീഷ്മരുടെ ഉപദേശം കൊണ്ട് മനസ്സിൽ ശാന്തി ഉണ്ടായി. അങ്ങനെ അതിന് ശാന്തി പർവം എന്ന പേര് വന്നു. ആ ശാന്തി പർവ്വത്തിൻ്റെ പ്രയോക്താവ് ഭീഷ്മരായി, ഭഗവാനായില്ല. ഇത് ഭീഷ്മരോട് ഭഗവാൻ കാണിച്ച ഒരു സ്നേഹം, തൻ്റെ ഭക്തരോട് കാണിച്ച ഒരു കാരുണ്യം. അതോടൊപ്പം ഭഗവാൻ ഇത്തരം കാര്യങ്ങളിൽ തൻ്റെ യശസ്സിനെക്കുറിച്ച്, തൻ്റെ കീർത്തിയെക്കുറിച്ച് ഭഗവാൻ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ ചില സന്ദർഭത്തിൽ അതാണ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്, ഗൂഢ കപടമാനുഷനാണല്ലോ ഭഗവാൻ. യഥാർത്ഥത്തിൽ മാനവനല്ല, യഥാർത്ഥത്തിൽ മനുഷ്യനല്ല, സർവേശ്വരനാണ്. അദ്ദേഹത്തിന് കീർത്തി ആവശ്യമില്ല. താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ നേടേണ്ടതായിട്ട് ഒന്നുമില്ല, നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇതാണ് ഭഗവാന്റെ ഭാവം. അതുകൊണ്ട് ഭഗവാന്റെ ആഗ്രഹപ്രകാരമാണ് അവിടെ എല്ലാം നടന്നത്. യുദ്ധം നടന്നതും യുദ്ധത്തിൻ്റെ പരിണാമവും ഭഗവാന്റെ ആഗ്രഹമായിരുന്നു. യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഈ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഈ ഒരു ശോകവും, ആ ശോകത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാസാദികൾ ചെയ്ത പ്രയത്നം വിഫലമായതും ഭഗവാൻ തന്നെ ചെയ്ത പ്രയത്നം വിഫലമായതും ഭഗവാന്റെ മായയായിരുന്നു, ഭഗവാന്റെ ഒരു സൂത്രമായിരുന്നു, ഉപായമായിരുന്നു എന്നാണ് ഇവിടെ ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. വളരെ അത്ഭുതകരമായ ഒരു ഇതിഹാസമാണ് മഹാഭാരതം. അതിലെ അത്ഭുത പുരുഷനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, യാതൊരു സംശയവും നമുക്കില്ല. ഭാഗവതവും അത് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 47-ാമത്തെ ശ്ലോകം നോക്കാം. ആഹരാജാ ധർമ്മസുതശ്ചിന്തയൻ സുഹൃതാം വധം പ്രാകൃതേനാത്മനാ വിപ്രാ സ്നേഹമോഹവശം ഗത. ആഹരാജാ ധർമ്മസുതശ്ചിന്തയൻ സുഹൃതാം വധം പ്രാകൃതേനാത്മനാ വിപ്രാ സ്നേഹമോഹവശം ഗത. ഹേ വിപ്രാഹ, പ്രാകൃതേന ആത്മനാ സുഹൃതാം വധം ചിന്തയൻ രാജാ ധർമ്മസുതഃ സ്നേഹമോഹവശങ്കതഃ ആഹ. അല്ലയോ വിപ്രന്മാരെ, അല്ലയോ ബ്രാഹ്മണരെ. ആരെയാണ് വിളിക്കുന്നത്? സൂതൻ ശൗനകനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് ബ്രാഹ്മണരെയുമാണ് സംബോധന ചെയ്യുന്നത്, വിളിക്കുന്നത്. ഹേ വിപ്രാഹ, അല്ലയോ വിപ്രന്മാരെ. പ്രാകൃതേന ആത്മനാ സുഹൃതാം വധം ചിന്തയൻ. അദ്ദേഹം തൻ്റെ സുഹൃതാം വധം പ്രാകൃതേന ആത്മന, പ്രാകൃതമായ തൻ്റെ മനസ്സുകൊണ്ട്, അതായത് മറ്റുള്ളവരെ കൊല്ലുക, ശത്രുക്കളെ കൊന്നു തീർക്കുക, എന്നിട്ട് സ്വയം സുഖം നേടുക മുതലായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് സുഹൃതാം വധം, സുഹൃത്തുക്കളെ, സ്വന്തം ആളുകളെ, സ്വജനങ്ങളെയും സുഹൃത്തുക്കളെയുമാണ് യുദ്ധത്തിൽ അദ്ദേഹം കൊന്നു തീർത്ത് കളഞ്ഞത്. ഒന്നിനെയും ബാക്കി വെച്ചില്ല. അങ്ങനെ ആ വധത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് രാജാ ധർമ്മസുതഃ, ധർമ്മപുത്ര മഹാരാജാവ്, സ്നേഹമോഹവശങ്കത ആഹ, തന്നാൽ കൊല്ലപ്പെട്ടവരും താൻ കൊന്നവരുമായ, അല്ലെ തൻ്റെ ആളുകളെ കൊല്ലാൻ വേണ്ടി മറുപക്ഷത്ത് യുദ്ധം ചെയ്തവരുമായ തൻ്റെ എല്ലാ ബന്ധുജനങ്ങളോടുമുള്ള സ്നേഹം അത് മോഹമായിട്ട് മാറി. സ്നേഹം വർദ്ധിക്കുമ്പോൾ അത് മോഹമായിട്ട് മാറും. സ്നേഹം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു പിടികിട്ടാത്ത അവസ്ഥയാണ്. സ്വയം വിസ്മൃതിയിലാണ്ട് പോവുക എന്നുള്ളതാണ് മോഹം എന്ന് പറയുന്നത്. വിവേകം നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ സ്നേഹം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവനായിട്ട്
ആ സ്നേഹമോഹങ്ങൾക്ക് വശങ്കതനായിട്ട് അതിന് അടിമപ്പെട്ടു പോയിട്ട് രാജാവ് ധർമ്മസൂതൻ എന്തു ചെയ്തു? ആഹ പറഞ്ഞു എന്നാണ്. ആരോട് പറഞ്ഞു? തൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹർഷിമാരോടും ശ്രീകൃഷ്ണ ഭഗവാനോടും സഹോദരന്മാരോടും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. ആഹരാജാ ധർമ്മസുതശ്ചിന്തയൻ സുഹൃതാം വധം പ്രാകൃതേനാത്മനാ വിപ്രാ സ്നേഹമോഹവശങ്കത. 48ാമത്തെ ശ്ലോകം നോക്കൂ. അഹോ മേ പശ്യതാജ്ഞാനം ഹൃദി രൂഢം ദുരാത്മന പാരക്യസ്യൈവ ദേഹസ്യ ബഹ്വ്യോ മേക്ഷഫണീർഹതാഃ. അഹോ മേ പശ്യതാജ്ഞാനം ഹൃദി രൂഢം ദുരാത്മന പാരക്യസ്യൈവ ദേഹസ്യ ബഹ്വ്യോ മേക്ഷഫണീർഹതാഃ. അദ്ദേഹം എന്ത് പറഞ്ഞു? അഹോ ദുരാത്മനഃ മേ ഹൃദി രൂഢം അജ്ഞാനം പശ്യത പാരക്യസ്യ ഏവ ദേഹസ്യ ബഹ്വ്യഃ അക്ഷൗഹിണീഃ മേ ഹതാഃ. അഹോ എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നർത്ഥം. കഷ്ടം എന്താണ്? ദുരാത്മനഃ മേ, ദുരാത്മാവായിരിക്കുന്ന ദുഷ്ടബുദ്ധിയായിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ രൂഢം അജ്ഞാനം, വളർന്നു നിൽക്കുന്ന അജ്ഞാനത്തെ പശ്യത കണ്ടു നോക്കൂ. ദുഷ്ടബുദ്ധിയായ എൻ്റെ ഹൃദയത്തിൽ വളർന്നു നിൽക്കുന്നതായ രൂഢമായിരിക്കുന്ന അജ്ഞാനത്തെ നോക്കൂ. എന്താണ് അദ്ദേഹത്തിന് ഉള്ളിൽ വളർന്നു നിൽക്കുന്ന അജ്ഞാനം? പാരക്യസ്യ ഏവ ദേഹസ്യ, ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്? പാരക്യം, അത് നമ്മുടേതല്ല. ഈ ശരീരം ആരുടേതാണ്? നാരദ മഹർഷി ദശമസ്കന്ധത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്. നളകൂപര മണിഗ്രീവന്മാരെ ശപിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു, ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഉടമ ആരാണ്? ശരീരത്തിന് ജന്മം നൽകിയതുകൊണ്ട് അച്ഛന് ഇതിന് ഉടമസ്ഥാവകാശമുണ്ട്. പക്ഷെ അച്ഛൻ അല്ലല്ലോ ജന്മം നൽകുന്ന, അമ്മയാണല്ലോ. അപ്പോൾ അമ്മയ്ക്കും ഇതിൽ ഉടമസ്ഥാവകാശമുണ്ട്. അച്ഛനും അമ്മയും നമ്മുടെ ജന്മത്തിന് കാരണമാണെങ്കിലും അവരുടെ ജനനത്തിന് കാരണം ആരാണ്? പിതു, അച്ഛൻ്റെ അച്ഛൻ അല്ലെ അമ്മയുടെ അച്ഛൻ, അവരുടെ അമ്മ, ഇവരൊക്കെ നമ്മുടെ ഈ ശരീരത്തിന് ഉടമകളാണ്. കാരണം അവരിൽ നിന്നാണല്ലോ ഈ ശരീരം ഉണ്ടായത്. അങ്ങനെയല്ല, മരിച്ചു കഴിഞ്ഞാൽ അഗ്നിയിലാണ് ഇതിനെ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഉടമ അഗ്നിയാണ് എന്ന് പറയാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ശരീരം അഗ്നിയിൽ കൊണ്ട് സമർപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ എവിടെയെങ്കിലും വീണ് മരിക്കുകയാണെങ്കിൽ, യുദ്ധത്തിലോ മറ്റെവിടെയെങ്കിലും വീണ് മരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം തിന്നു തീർക്കുന്നത് ശുനോപിവ, നായ്ക്കൾ അല്ലെങ്കിൽ കുറുക്കന്മാർ തിന്നു തീർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥ ആരാണ്? നമ്മുടെ ജീവൻ പോയി കിട്ടാൻ കാത്തു നിൽക്കുന്ന നായ്ക്കളും കുറുക്കന്മാരും കഴുകന്മാരും ഒക്കെ ഉണ്ട്. അവർ നമ്മുടെ ശരീരം തിന്നും. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ഠിച്ചു പോകിലാം എന്ന് എഴുത്തച്ഛൻ പറഞ്ഞത് അതിൻ്റെ സാരമാണ്. ജന്തുക്കൾ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ഈ ശവശരീരത്തെ തിന്നിട്ട് അവരുടെ ശരീരത്തിൽ അത് ദഹിച്ച് ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഈ വസ്തുക്കളൊക്കെ തന്നെ ത്വക്കും രുദ്രവും മാംസവും മജ്ജയും ഒക്കെ തന്നെ വിഘടിച്ചു പോയി അത് മലമൂത്രമായിട്ട് അവരത് പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണും നമ്മുടെ ശരീരമല്ല, അത് ആ പക്ഷിയുടെ മലമാണ്. ആ മൃഗത്തിൻ്റെ മലം വിസർജ്യ വസ്തുവായിട്ട് മാറി മണ്ണിൽ ലയിച്ചു ചേരുകയും ചെയ്യും. അങ്ങനെയും നമ്മുടെ ശരീരം ദഹിപ്പിച്ചാൽ തെറ്റൊന്നുമില്ല. ജഠരാഗ്നിയിൽ ദഹിപ്പിച്ചിട്ട് അങ്ങനെയും കളയാം. അപ്പം അങ്ങനെ ഏതായാലും ഈ ശരീരത്തിൻ്റെ യഥാർത്ഥ ഉടമ നമ്മളല്ല. എല്ലാ കാലത്തും നമ്മളിതിലൊരു അതിഥിയായിട്ട് നമ്മുടെ ആത്മാവ് ഈ ശരീരമാകുന്ന ഗൃഹത്തിൽ അതിഥിയായിട്ട് വന്നവരാണ്. നമ്മൾ ഇതിനെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. പോയി കഴിഞ്ഞാൽ ഇതിനെ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. ഒന്നുകിൽ അഗ്നി കൊണ്ടുപോകും, പട്ടികൾ കൊണ്ടുപോകും, കുറുക്കന്മാർ കൊണ്ടുപോകും, കഴുകന്മാർ തിന്നു തീർക്കും, അല്ലെങ്കിൽ അഗ്നി ഇതിനെ എടുക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊള്ളും അതിനെക്കൊണ്ട്. അതുകൊണ്ടാണ് ഈ ശരീരത്തെ പാരക്യസ്യ ദേഹസ്യ ഏവ, അന്യന് അവകാശപ്പെട്ടതായ, അന്യന് ആഹാരമായിരിക്കുന്നതായ ഈ ദേഹത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ബഹ്വ്യഃ അക്ഷൗഹിണീഃ ഹതാഃ. ഞാൻ എന്ത് ചെയ്തു? എന്നാൽ അനേകം, ബഹുഹു, അക്ഷൗഹിണീ ശബ്ദം സ്ത്രീലിംഗത്തിലായതുകൊണ്ടാണ് ബഹ്വ്യഃ എന്ന് അതിൻ്റെ വിശേഷണം സ്ത്രീലിംഗത്തിലായത്, ബഹുവചനത്തിലായത്. അനേകം അക്ഷൗഹിണികൾ എന്നാൽ ഹനിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട്?
എൻ്റെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ശരീരത്തിന് സുഖത്തിന് വേണ്ടിയിട്ട്, രാജകീയ സുഖങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, എൻ്റെ ശരീരം വാസ്തവത്തിൽ എൻ്റേതാണോ? എൻ്റേതല്ല, അന്യന് അവകാശപ്പെട്ടതാണ്. ആരെങ്കിലും ഇത് തിന്നു തീർക്കുന്ന ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടും ഞാൻ എന്ത് ചെയ്തു? അനേകം ശരീരങ്ങളെ, അനേകം ആത്മാക്കളെ ശരീരത്തിൽ നിന്നും വേർപെടുത്താൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച് വലിയ മഹായുദ്ധം ചെയ്തിട്ട് അതിൻ്റെ പാപം ഏറ്റെടുത്തു. എൻ്റെ ദുഷ്ടാത്മാവായ എൻ്റെ ഹൃദയത്തിൽ വളർന്നു വന്ന അജ്ഞാനം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇതാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ വിലാപം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ദൈവീ സമ്പത്ത്, ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, 2 തരം സമ്പത്ത് നമുക്കുണ്ട്. ബാഹ്യമായ സമ്പത്തല്ല, നമ്മുടെ ഉള്ളിലാണ് സമ്പത്ത് ഇരിക്കുന്നത്. ഒന്ന് ആസുരീ സമ്പത്ത്, മറ്റൊന്ന് ദൈവീ സമ്പത്ത്. പാണ്ഡവന്മാർ ദൈവീ സമ്പത്തിൻ്റെ ഉടമകളായിരുന്നു. മറ്റുള്ളവരോട് ദയ, കാരുണ്യം, സഹതാപം, അനുകമ്പ, അങ്ങനെയുള്ള ഭാവം അവരിലുണ്ടായിരുന്നു. ധർമ്മം ചെയ്യണം, നന്മ ചെയ്യണം, ലോകത്തിന് ഹിതം ചെയ്യണം, എന്നെക്കൊണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടാകരുത്, ഹിംസ അരുത്, അഹിംസയാണ് നല്ലത്. അങ്ങനെ ഒരു ഈ പ്രപഞ്ചഹിതത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ജീവിത ശൈലി സ്വീകരിച്ച സൗമ്യന്മാരായിട്ട് ആളുകളാണ് ദൈവീ സമ്പത്തുള്ളവർ. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഉള്ളിലുള്ള ദൈവീ സമ്പത്ത് കാരണമാണ് തനിക്ക് അവകാശപ്പെട്ട ദായാദമായ രാജ്യം നേടാൻ വേണ്ടിയിട്ട് ചെയ്ത യുദ്ധവും വലിയ പാപമാണ് എന്ന് ചിന്തിക്കാനുള്ള കാരണം. വാസ്തവത്തിൽ അത് പാപമല്ല എന്നാണ് വ്യാസാദി മഹർഷിമാരും ശ്രീകൃഷ്ണനും പിന്നീട് ഭീഷ്മരും അദ്ദേഹത്തെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചത്. അതാണ് മഹാഭാരതത്തിൻ്റെ മുഴുവൻ പഠനവും ചെയ്താൽ നമുക്ക് മനസ്സാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ ഞാൻ അനേകം അക്ഷൗഹിണി സൈന്യങ്ങളെ കൊന്നുകളഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലാപം. എന്താണ് ഈ അക്ഷൗഹിണി എന്ന് വെച്ചാൽ? അക്ഷൗഹിണി എന്ന് പറയുന്നത് ഒരു ഗണിത വസ്തുവാണ്, ഒരു എണ്ണമാണ്, സൈന്യങ്ങളുടെ എണ്ണമാണ്. എന്താണ് ഈ അക്ഷൗഹിണി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് സാധാരണഗതിയിൽ ഈ ഭാഗവതം പഠിക്കുന്ന ആളിന് അത്യാവശ്യമൊന്നും അല്ലെങ്കിൽ പോലും അതൊരു സാമാന്യ ജ്ഞാനം നമുക്കതിൽ ആവശ്യമാണല്ലോ. അക്ഷൗഹിണി എന്ന പദം നമുക്ക് ധാരാളമായിട്ട് പുരാണങ്ങളിൽ കാണാം. എന്താണ് അത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മഹാഭാരതത്തിലെ പ്രമാണം നമുക്ക് നോക്കാം. ഈ പ്രമാണത്തെ ശ്രീധരാചാര്യ സ്വാമികൾ തൻ്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ആ ശ്ലോകം ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ കണക്ക് ഇവിടെ പറയാം. അക്ഷൗഹിണീ പ്രസംഖ്യാത രഥാനാം ദ്വിജസത്തമാഹ സംഖ്യാഗണന തത്വജ്ഞൈ സഹസ്രാണ്യേകവിംശതി ശതാന്യുപരി ചൈവാഷ്ടൗ തഥാ ഭൂയശ്ച സപ്തതി എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രഥത്തിൻ്റെ എണ്ണമാണ് ആദ്യം പറഞ്ഞത്. അക്ഷൗഹിണി എന്ന് പറയുന്നത് സംഖ്യാഗണന തത്വജ്ഞന്മാരായിട്ട് ആളുകൾ പറഞ്ഞിരിക്കുന്നത് രഥങ്ങളുടെ എണ്ണം സഹസ്രാണി ഏകവിംശതി, പിന്നെ ശതസ്യ പരിചൈവാഷ്ടവും ശതാന്യുപരി ചൈവാഷ്ടവും 108, അത് 800 എന്നർത്ഥം. ഭൂയശ്ച സപ്തതി, പിന്നെ 70. അങ്ങനെ 21,000-ഉം 800-ഉം 70-ഉം ആകുമ്പോൾ എന്താകും? 21,870. അത്രയും രഥങ്ങൾ, 21,870 രഥങ്ങൾ. ഗജാനാം ച പ്രസംഖ്യാനം ഏതദേവ പ്രകീർത്തിതം. ആനകളുടെ എണ്ണവും ഇപ്രകാരം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് 21,870 ആനകളും രഥങ്ങളുടെയും ആനകളുടെയും എണ്ണം ഒരുപോലെയായിരിക്കും. ഇതാണ് ഒരു അക്ഷൗഹിണിയുടെ കണക്കാണ് കേട്ടോ ഇത്. ഇനി മനുഷ്യന്മാരെത്രയാണ്? കാലാൾ പടയായിട്ട് പറഞ്ഞിരിക്കുന്നത് ജ്ഞേയം ശതസഹസ്രം തു സഹസ്രാണി നവൈവതു നരാണാമപി 50 ശതാനി 3 ചൈവഹി. മനുഷ്യരുടെ എണ്ണം ശതസഹസ്രം എന്ന് വെച്ചാൽ 1,00,000. പിന്നെ സഹസ്രാണി നവൈവ 9,000. പിന്നെ 50 ശതാനി 3 ശതാനി 50, അതായത് 350. അപ്പോൾ 1,09,350 കാലാളുകൾ, സൈന്യങ്ങൾ, മനുഷ്യരായിട്ടുള്ള സൈന്യങ്ങൾ. അങ്ങനെ പിന്നെ കുതിരകളുടെ എണ്ണം പറഞ്ഞിരിക്കുന്നു 65 സഹസ്രാണി തഥാ അശ്വാനം ശതാനി ച ദശോത്തരാണി ഷഡ്പ്രാഹു സംഖ്യാതത്വവിദോ ജനാഹ. അതായത് 65 സഹസ്രാണി 65,000, ശതാനി ദശോത്തരാണി ഷഡ്പ്രാഹു ദശോത്തരാണി, അതായത് 610
അപ്പോൾ 65,610 കുതിരകൾ. ഇതിന്റെ കണക്ക് മനസ്സിലാക്കാൻ എളുപ്പം എന്താണെന്ന് വെച്ചാൽ രഥത്തിന്റെ കണക്ക് നോക്കിയാൽ മതി. രഥത്തിന്റെ സമാനമായിട്ടുള്ള ആനകളുടെ എണ്ണം രഥത്തിന്റെ എണ്ണത്തിന്റെ 5 ഇരട്ടി കാലാൾ പട, രഥത്തിന്റെ എണ്ണത്തിന്റെ 3 ഇരട്ടി കുതിരകൾ. ഇതാണ് ചതുരംഗപ്പടയുടെ എണ്ണം. ഇതെല്ലാം ചേർന്നതാണ് ഒരു അക്ഷൗഹിണി എന്നാണ്. ഇങ്ങനെയുള്ള 18 അക്ഷൗഹിണിയാണ് മഹാഭാരതത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്തത് എന്നർത്ഥം. അപ്പൊ എത്ര മനുഷ്യർ മരിച്ചു? 1,09,350 18 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും സംഖ്യ മനുഷ്യർ മരിച്ചു. അതുപോലെ ഈ പറഞ്ഞ ആനകളും കുതിരകളും മരിച്ചു. രഥങ്ങൾക്ക് പിന്നെ മരിക്കാൻ പറ്റില്ല, രഥങ്ങൾ അവിടെ തകർന്നു വീണ്. ഇതാണ് സംഖ്യ. ഇതിന്റെ സംഖ്യ അറിയാൻ വേണ്ടിയിട്ട് വേറൊരു സൂത്രം എന്താണ് ഉള്ളത്? നമ്മുടെ ശാസ്ത്രങ്ങൾ മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കണക്ക്. ഒരു തേര്, ഒരു ആന, ഒരു കുതിര, 5 മനുഷ്യർ, 5 കാലാൾ, ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ ആ സൈന്യത്തിന്റെ ആ ഗ്രൂപ്പ്, ആ സമൂഹത്തിന് ഒരു പത്തി എന്ന് പറയും. ഇങ്ങനെയുള്ള 3 പത്തികൾ ചേർന്നതാണ് ഒരു സേനാമുഖം. 3 സേനാമുഖം ചേർന്നതാണ് ഒരു ഗുൽമം. 3 ഗുൽമം ചേർന്നത് ഒരു ഗണം. 3 ഗണം ചേർന്നത് ഒരു വാഹിനി. 3 വാഹിനികൾ ചേർന്നത് ഒരു പൃതന. 3 പൃതനകൾ ചേർന്നത് ഒരു ചമു. 3 ചമു ചേർന്നത് ഒരു അനീകനി. 10 അനീകനിയാണ് ഒരു അക്ഷൗഹിണി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ശ്ലോകം ചൊല്ലി കേൾപ്പിച്ചതായ ആ പ്രമാണവും ഇതും ഒരേ കണക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ആദ്യം പത്തിയുടെ 3 ഇരട്ടി ഒരു സേനാമുഖം. ഒരു സേനാമുഖം 3 ചേർന്നാൽ ഗുൽമം. 3 ചേർന്നാൽ ഒരു ഗണം. 3 ഗണങ്ങൾ ചേർന്നാൽ ഒരു വാഹിനി. 3 വാഹിനികൾ ചേർന്നാൽ ഒരു പൃതന. 3 പൃതനകൾ ചേർന്നാൽ ഒരു ചമു. 3 ചമുക്കൾ ചേർന്നാൽ ഒരു അനീകനി. പിന്നെ കണക്കിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് 10 അനീകനികൾ ചേർന്നതാണ് ഒരു അക്ഷൗഹിണി എന്നാണ്. ഞാൻ ഈ പറഞ്ഞ കണക്കും ആദ്യം പറഞ്ഞ ആ ശ്ലോകം ചൊല്ലിയിട്ടുള്ള പ്രമാണവും നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ പോലെ തന്നെ ആയിരിക്കും വരിക. ഒരു സാമാന്യമായ അറിവിന് വേണ്ടിയാണ് ഞാൻ ഈ അക്ഷൗഹിണിയുടെ കണക്ക് ഇവിടെ പറഞ്ഞത്. ഇതാണ് ഇത്രയും ആളുകൾ, അതിൻ്റെ 18 ഇരട്ടി. ഇപ്പോൾ 18 അക്ഷൗഹിണി ആളുകളെയാണ് താൻ യുദ്ധത്തിൽ താൻ കാരണമായിട്ട് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് യുധിഷ്ഠ മഹാരാജാവിൻ്റെ വ്യസനത്തിൻ്റെ കാരണം. ഇതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അഹോമേ പശ്യതാജ്ഞാനം ഹൃദിരൂഢം ദുരാത്മന പാരക്യസ്യൈവ ദേഹസ്യ ബഹ്വോ മേക്ഷൗഹിണീർഹതാഹ. ഇവിടെ സംസ്കൃത വ്യാകരണം അറിയുന്നവർക്ക് ഒരു സംശയം വരാം. അക്ഷൗഹിണീഹി എന്ന പദം വ്യാകരണപരമായിട്ട് ശരിയാണോ? അക്ഷൗഹിണി എന്ന സ്ത്രീലിംഗ ശബ്ദത്തിന്റെ ബഹുവചനം അക്ഷൗഹിണ്യ എന്നാണ്. ബഹ്വ്യ എന്ന് പറഞ്ഞതുപോലെ ബഹ്വീ എന്നതിൻ്റെ ബഹുവചനം ബഹ്വ്യഹ. അതുപോലെ അക്ഷൗഹിണി എന്നതിൻ്റെ ബഹുവചനം അക്ഷൗഹിണ്യ എന്നാണ് വേണ്ടത്. പക്ഷെ ഭാഗവതത്തിൽ ധാരാളം ആർഷപ്രയോഗങ്ങൾ, വൈദിക സംസ്കൃതത്തിൻ്റെ പ്രയോഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു പദമാണ് അക്ഷൗഹിണീ എന്നുള്ള ബഹുവചന പദം എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ സംശയത്തിന് അവകാശമില്ല എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം 49-ാമത്തെ ശ്ലോകം നോക്കുക. ബാലദ്വിജ സുഹൃന്മിത്ര പിതൃഭ്രാതൃഗുരുദ്രുഹ നമേസ്യാൻ നിരയാൻ മോക്ഷോ ഹ്യഭിവർഷായുതായുതൈ. ബാലദ്വിജ സുഹൃന്മിത്ര പിതൃഭ്രാതൃസുഹൃദ്രുഹ ബാലദ്വിജ സുഹൃന്മിത്ര പിതൃഭ്രാതൃഗുരുദ്രുഹ നമേസ്യാൻ നിരയാൻ മോക്ഷോ ഹ്യഭിവർഷായുതായുതൈ. ഇതാണ് 49-ാമത്തെ ശ്ലോകം. യുധിഷ്ഠിരൻ പറയുന്നു, ബാലദ്വിജ സുഹൃന്മിത്ര പിതൃഭ്രാതൃഗുരുദ്രുഹ മേ നിരയാത് മോക്ഷ വർഷ ആയുധ അപി ന സ്യാത്. അദ്ദേഹം പറയുന്നു, ബാലന്മാരെയും ദ്വിജന്മാർ ബ്രാഹ്മണരെയും സുഹൃത്തുക്കളെയും മിത്രങ്ങളെയും പിതൃക്കൾ, എന്ന് വെച്ചാൽ പിതൃസ്ഥാനീയരായ പിതൃവ്യന്മാരായിട്ടുള്ള ആളുകൾ, ഭ്രാതൃക്കൾ അതായത് സഹോദരന്മാർ, പിന്നെ ഗുരുക്കൾ, ഇവരെ ദ്രോഹിച്ചതായ മേ എനിക്ക്, ഞാൻ ആരെയൊക്കെ കൊന്നു? ബാലന്മാരെ കൊന്നു,
അഭിമന്യു മുതലായിട്ട് ബാലന്മാരുണ്ടായിരുന്നു, ദുശാസന്റെ മകൻ, ഇങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവരെയാണ് ബാലന്മാരെന്ന് പറയുന്നത്. ദ്വിജന്മാരെ കൊന്നു. ആരെ കൊന്നു? ദ്രോണാചാര്യരെ കൊന്നു. അതുപോലെ ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥമാവിനെതിരെ യുദ്ധം ചെയ്തു. അദ്ദേഹത്തിനും വധിച്ചതിന് തുല്യമാക്കിയിട്ട് പറഞ്ഞു വെച്ചു. അപ്പോൾ ദ്വിജഹത്യ ചെയ്തു, ബ്രഹ്മഹത്യ കൊന്നു, സുഹൃത്തുക്കളെ കൊന്നു. എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, മറുപക്ഷത്തുണ്ടായിരുന്നു. തൻ്റെ പക്ഷത്തുള്ള ആളുകളും മരിക്കാൻ കാരണം താൻ തന്നെയാണല്ലോ. മിത്രങ്ങൾ, പിന്നെ പിതൃവ്യന്മാർ, ഭീഷ്മർ, അതുപോലെ മറുപക്ഷത്തുണ്ടായിരുന്ന നിരവധി തൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ കൊല്ലപ്പെട്ടു. പിന്നെ ഭ്രാതാക്കൾ, ദുര്യോധനാദികളായ ഭ്രാതാക്കൾ, തൻ്റെ പക്ഷത്തുള്ള അനേകം സഹോദര തുല്യരായിട്ടുള്ള ആളുകൾ, ഗുരുക്കന്മാർ, ദ്രോണർ, കൃപര് മുതലായിട്ടുള്ള ഗുരുതുല്യന്മാരായിട്ടുള്ളവരും ഗുരുക്കന്മാരുമായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ എനിക്കെന്ത് ചെയ്തു? ഇവരൊക്കെ തന്നെ ഞാൻ ദ്രോഹിച്ചു, ഇവരെയൊക്കെ ഞാൻ കൊന്നുകളഞ്ഞു. അങ്ങനെയുള്ള എനിക്ക് നിരയാത് മോക്ഷ, നിരയം എന്ന് വെച്ചാൽ നരകം, നരകത്തിൽ നിന്നുള്ള മോചനം, വരുഷ ആയുധായുധൈഹി അപി, ആയുധം എന്ന് വെച്ചാൽ 10,000, 10,000 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും സംഖ്യ. 10,000 10,000 വർഷങ്ങൾ കഴിഞ്ഞാലും എനിക്ക് നരകത്തിൽ നിന്ന് മോചനം ന സ്യാത്, ഉണ്ടാകാൻ സാധ്യതയില്ല, നരകമോചനമില്ല. അത്രയും പാപം ഞാൻ ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാലദ്വിജ സുഹൃന്മിത്ര പിതൃഭ്രാതൃ ഗുരുദ്രുഹ നമേസ്യാൻ നിരയാൻ മോക്ഷോ ഹ്യഭിവർഷായുധായുധൈ. ശ്ലോകം 50 നോക്കുക. 50-ാമത്തെ ശ്ലോകം. നൈനോരാജ്ഞ പ്രജാപർത്തുർധർമ്മയുദ്ധേ വധോദ്വിഷാം ഇതി മേ നതു ബോധായ കൽപ്പതേ ശാസനം വച. നൈനോരാജ്ഞ പ്രജാഭർത്തുർധർമ്മയുദ്ധേ വധോദ്വിഷാം ഇതി മേ നതു ബോധായ കൽപ്പതേ ശാസനം വച. എന്താണ് ഇതിൻ്റെ അർത്ഥം? അന്വയം നോക്കാം. പ്രജാഭർത്തുഃ രാജ്ഞഃ ധർമ്മയുദ്ധേ ദ്വിഷാം വധഃ ന ഏനഃ ഇതി ശാസനം വചഃ മേ ബോധായ ന കൽപ്പതേ. പ്രജാഭർത്തുഃ പ്രജകളെ ഭരിക്കുന്നവനായ രാജ്ഞഃ രാജാവിന്, പ്രജാരക്ഷകനായ പ്രജാഭർത്താവായിട്ടുള്ള രാജാവിന്, ധർമ്മയുദ്ധേ ദ്വിഷാം വധഃ ധർമ്മയുദ്ധത്തിൽ ശത്രുക്കളുടെ വധം, ന ഏനഃ പാപമല്ല, ഏനസ് എന്ന് വെച്ചാൽ പാപം, ന ഏനഃ പാപമല്ല, ഇതി ശാസനം വചഃ എന്നിങ്ങനെയുള്ള ശാസന രൂപത്തിലുള്ള, ശിക്ഷണ രൂപത്തിലുള്ള വാക്കുകൾ വേദങ്ങളിലുണ്ട്, സ്മൃതികളിലുണ്ട്. ഇപ്പോൾ ഈ മഹർഷിമാരും പറഞ്ഞു തന്നു, ശ്രീകൃഷ്ണനും പറഞ്ഞു തന്നു, ആ ശിക്ഷണ രൂപത്തിലുള്ള ശാസനമായിരിക്കുന്ന വാക്കുകളെ പറഞ്ഞു. പക്ഷേ അത് ആ വാക്കുകളൊന്നും തന്നെ മേ ബോധായ ന കൽപ്പതേ, എനിക്ക് ബോധം വരാൻ സമർത്ഥമല്ല, അതൊന്നും എൻ്റെ മനസ്സിൻ്റെ സംശയങ്ങളെ നീക്കുന്നില്ല, എനിക്കതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? പ്രജാഭർത്തുഃ രാജ്ഞഃ ദുഷാം വധഃ ന ഏനഃ. അത് ശ്രീധരാചാര്യരും മറ്റും പറഞ്ഞിട്ടുള്ളത് താൻ പ്രജാഭർത്താവ് അല്ലല്ലോ എന്ന ചിന്ത. ഞാൻ രാജാവല്ലല്ലോ, ഇപ്പോൾ ദുര്യോധനനാണല്ലോ രാജാവ്. ദുര്യോധനൻ തൻ്റെ പ്രജകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിംസ ചെയ്താൽ, യുദ്ധം ചെയ്താൽ അത് ഒരുപക്ഷെ പാപമാകില്ല. പക്ഷെ താൻ തനിക്ക് രാജ്യം കിട്ടാൻ വേണ്ടിയിട്ട്, സ്വാർത്ഥബുദ്ധിയോട് കൂടിയിട്ട്, സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ആ രാജാവിനെതിരെ യുദ്ധം ചെയ്തിട്ടാണ് അവരെ കൊന്നുകളഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹേതുവാക്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത്. തർക്കപരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് സ്വന്തം സമാധാനത്തെ തന്നെ അദ്ദേഹം കെടുത്തിയത്. യുധിഷ്ഠിര മഹാരാജാവിന് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അദ്ദേഹം ആര് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിച്ചാലും അദ്ദേഹം തൻ്റെ ധർമ്മമാർഗത്തിൽ നിന്നും, തൻ്റെ ചിന്തയിൽ നിന്നും അദ്ദേഹം വ്യതിചലിക്കാറില്ല. എത്ര വലിയ ആൾ പറഞ്ഞാലും വ്യതിചലിക്കില്ല. പക്ഷേ ഋഷിമാർ പറഞ്ഞാൽ അദ്ദേഹം അനുസരിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ ചിന്തയെ മാറ്റാറില്ല. തൻ്റെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിന് തൻ്റേതായ ചില യുക്തികൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരോട് താർക്കികമായിട്ട് സംസാരിച്ചു. എന്താണ് അദ്ദേഹത്തിൻ്റെ തർക്കം? നൈനോ രാജ്ഞപ്രജാഭർത്തുർധർമ്മയുദ്ധേ വധോദ്വിഷാം ഇതിമേ നതു ബോധായ കൽപ്പതേ ശാസനം വച എന്ന 50-ാമത്തെ ശ്ലോകം കഴിഞ്ഞ ശേഷം 51-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം തൻ്റെ അടുത്ത തർക്കത്തെ അവതരിപ്പിക്കുകയാണ്. സ്ത്രീണാം മദ്ദബന്ധൂനാം ദ്രോഹോ യോസാവിഹോത്ഥിത
കർമ്മഭിർഗൃഹമേധിയേർന്നാഹം കൽപ്പോ വ്യപോഹിതും സ്ത്രീണാം മദ്ധതബന്ധൂനാം ദ്രോഹോ യോസാവിഹോത്ഥിത കർമ്മഭിർഗൃഹമേധിയേർന്നാഹം കൽപ്പോ വ്യപോഹിതും. മദ്ധതബന്ധൂനാം സ്ത്രീണാം ഉത്ഥിതഃ യഹ ദ്രോഹഃ. മദ്ധതബന്ധൂനാം സ്ത്രീണാം ഇഹ ഉത്ഥിതഃ യഹ ദ്രോഹഃ അസൗ ഗൃഹമേധീയൈഃ കർമ്മഭിഃ വ്യപോഹിതും അഹം ന കൽപ്പഃ. മദ്ധതബന്ധൂനാം സ്ത്രീണാം, എന്നാൽ ഹതരായ ബന്ധുക്കളോടുകൂടിയ, എന്നാൽ കൊല്ലപ്പെട്ട, ഞാൻ കൊന്നുകളഞ്ഞതായ ബന്ധുക്കളോട് കൂടിയിട്ടുള്ള സ്ത്രീകളുടെ ഇഹ ഉത്ഥിതഃ യഹ ദ്രോഹഃ, ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള യാതൊരു ദ്രോഹമാണോ, എന്നാൽ ചെയ്യപ്പെട്ടിട്ടുള്ള ദ്രോഹം എന്ന് വെച്ചാൽ അവരുടെ ഭർത്താക്കന്മാരെ യുദ്ധത്തിൽ ഞാൻ കൊന്നുകളഞ്ഞു. അപ്പോൾ ഭർത്താക്കന്മാർ പുരുഷന്മാരാണ്, പുരുഷന്മാർ യുദ്ധത്തിന് വരും, യുദ്ധത്തിന് വരുന്നവരെ കൊല്ലുന്നത് പാപമല്ല, ധർമ്മയുദ്ധം പാപമല്ല എന്നൊക്കെയുള്ള സ്മാർത്ഥവും വൈദികവുമായ വാക്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. അത് അംഗീകരിച്ചാൽ തന്നെയും അവരുടെ ഭാര്യമാരായിട്ടുള്ള സ്ത്രീകൾ കുറ്റം ചെയ്തിട്ടില്ലല്ലോ, അവർ നിരപരാധികളാണല്ലോ, ആരോടും ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ആ സ്ത്രീകളോട് ഞാൻ ചെയ്തതായ ഈ ദ്രോഹം, വലിയ ദ്രോഹം, അവരുടെ ഭർത്താക്കന്മാരെ, അവരുടെ മക്കളെ, അവരുടെ പിതാക്കളെ കൊന്നുകളഞ്ഞിട്ട് അവരെ അനാഥരാക്കിയ ആ പാപം, ആ ദ്രോഹബുദ്ധി, അസൗ, ആ ദ്രോഹം, ഗൃഹമേധീയ കർമ്മഭി വ്യവോഹിതും, ഗൃഹമേധീയമായ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യാൻ സാധിക്കുന്നതായ കർമ്മങ്ങളെ കൊണ്ട്, അത് അശ്വമേധം, രാജസൂയം മുതലായിട്ടുള്ള യാഗങ്ങളാകാം, പഞ്ചയജ്ഞങ്ങളാകാം, അഗ്നിഷ്ടോമാദികളാകാം, അതുപോലെ അഗ്നിഹോത്രാദികളാകാം, സന്ധ്യാവന്ദനാദികളാകാം, അതുപോലെ ദാനങ്ങൾ, ഹോമങ്ങൾ, വ്രതങ്ങൾ, ചാന്ദ്രായണം മുതലായിട്ടുള്ള വ്രതം, കൃച്ഛ്രം മുതലായിട്ടുള്ള നിരവധി വ്രതങ്ങളെ കൊണ്ടുമൊക്കെ ഈ പാപങ്ങളെയൊക്കെ ഹിംസാത്മകമായ ഹിംസയുടെ പാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ ശ്രുതിയിലും സ്മൃതികളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഗൃഹസ്ഥന്മാർ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ. ആ കർമ്മങ്ങളെ കൊണ്ട് ഈ മഹത്തായ പാപത്തെ, വലിയ പാപത്തെ വ്യവോഹിതം നീക്കിക്കളയാൻ അഹം ന കൽപ്പഃ, ഞാൻ സമർത്ഥനല്ല, എനിക്ക് സാധിക്കില്ല. കാരണം അതൊക്കെ, ആ കർമ്മങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോഴും ഈ പാപം ചെയ്തത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കണ്ടേ? ഉള്ളിൽ കൃപയും കാരുണ്യവും ഉള്ള ഒരാൾക്ക് കുറേ പേരെ കൊന്നു കളഞ്ഞിട്ട് എന്തെങ്കിലും പരിഹാര കർമ്മം ചെയ്തിട്ട് ഞാൻ പരിഹാരം ചെയ്തു എന്ന് സമാധാനിക്കാൻ പറ്റുമോ? മനുഷ്യ സ്നേഹികൾക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിന് സമർത്ഥനല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ യുക്തിസഹമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീണാം മദ്ധതബന്ധൂനാം ദ്രോഹോ യോസാവിഹോത്ഥിത കർമ്മഭിർഗൃഹമേധിയേർന്നാഹം കൽപ്പോ വ്യപോഹിതും. ഒടുവിൽ അദ്ദേഹം ഒരു നല്ല ദൃഷ്ടാന്തത്തെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തൻ്റെ വാക്യങ്ങളെ അവസാനിപ്പിക്കുന്നത്. യഥാ പങ്കേന പങ്കാംഭസുരയാ വാസുരാകൃതം ഭൂതഹത്യാം തഥൈവൈകാം നയജ്ഞൈർമാർഷ്ടുമർഹതി. യഥാ പങ്കേന പങ്കാംഭസുരയാ വാസുരാകൃതം ഭൂതഹത്യാം തഥൈവൈകാം നയജ്ഞൈർമാർഷ്ടുമർഹതി. പങ്കേന പങ്കാംഭഃ സുരയാ സുരാകൃതം യഥാ തഥാ ഏവ ഏകാം ഭൂതഹത്യാം യജ്ഞൈഃ മാർഷ്ടും ന അർഹതി. പങ്കേന പങ്കാംഭഃ എന്താണ്? പങ്കം എന്ന് വെച്ചാൽ ചളി. ചളി കൊണ്ട് ചളിവെള്ളത്തെ കഴുകിക്കളയാൻ സാധിക്കുമോ? ഒരു പാത്രത്തിൽ ചളി പറ്റിയിട്ടുണ്ട്. ചളി പറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചളി വെള്ളം നിറഞ്ഞ ഒരു പാത്രത്തെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെറുതെ കുറേ ചളി എടുത്തിട്ട് അതിനെ തേച്ച് പിടിപ്പിച്ചാൽ ആ ചളി പോകില്ല, ആ പാത്രം വൃത്തിയാകില്ല. അല്ലെങ്കിൽ ഒരു ചളി വെള്ളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറേ ചളി വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ ആ ചളി വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് മാറുമോ? ഇല്ല, അതിൻ്റെ അഴുക്ക് കൂടുകയേ ഉള്ളൂ, കുറയില്ല. സുരയാവാ സുരാകൃതം, അതുപോലെ ഒരു മദ്യപാത്രത്തെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, കഴുകാൻ വേണ്ടിയിട്ട് മദ്യം തന്നെ ഒഴിച്ചിട്ട് അത് കഴുകിയാൽ ആ പാത്രം വൃത്തിയാകില്ല. അതിന് ശുദ്ധമായ ജലം കൊണ്ട് കഴുകി മറ്റെന്തെങ്കിലുമൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകണം. അപ്പോൾ മദ്യം നിറച്ച പാത്രത്തെ മദ്യം കൊണ്ട് കഴുകിയിട്ടും, അതുപോലെ മലിനജലം, ചളി നിറഞ്ഞ വെള്ളത്തെ ശുദ്ധമാക്കാൻ വേണ്ടി ചളി തന്നെ ഉപയോഗിച്ചിട്ടും ഒരു കാര്യമില്ല. അതിന് വിപരീത ഫലമാണ് ഉണ്ടാവുക. ചളി വർദ്ധിക്കുകയാണ് ചെയ്യുക, മദ്യത്തിൻ്റെ ആ അംശം വർദ്ധിക്കുകയാണ് ചെയ്യുക. തഥാ ഏവ, അതേപോലെ തന്നെ ഏകാം ഭൂതഹത്യാം, ഒരു ഭൂതഹത്യയെ, ജീവജാലങ്ങളെ കൊല്ലുക നിമിത്തം ഉണ്ടായിട്ടുള്ള ഹത്യ,
കൊലപാതകത്തിൻ്റെ ആ പാപം, ജീവജാലങ്ങളെ കൊന്നുകളഞ്ഞതിൻ്റെ ആ പാപത്തെ അല്ലെങ്കിൽ ആ കർമ്മത്തെ യജ്ഞൈഹി മാർഷ്ടും, യജ്ഞങ്ങളെ കൊണ്ട് മാർജനം ചെയ്യുക, യജ്ഞങ്ങളെ കൊണ്ട് യാഗയജ്ഞങ്ങളെ കൊണ്ട് അതിനെ മായ്ച്ചു കളയുക, ഇല്ലായ്മ ചെയ്യുക എന്നത് അർഹതി, അത് സാധിക്കുകയില്ല, അസാധ്യമാണ്, അതിന് യോജിച്ചതല്ല. കാരണം എന്താണ്? യജ്ഞവും ഹിംസാപരമാണ്. യാഗങ്ങളിൽ ധാരാളം മൃഗങ്ങളെ കൊന്നിട്ടാണ് അശ്വമേധയാദി യാഗങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ വേദങ്ങളിൽ അതിൻ്റെ പ്രമാണമുണ്ട്. അതാണ് വ്യാസാദി മഹർഷിമാരും ഭഗവാനും പറഞ്ഞു കൊടുത്തത്. സർവം പാപ്മാനം തരതി തരതി ബ്രഹ്മവത്യായോ അശ്വമേധേന യജതേ യ ഉ ചൈനമേവം വേദ. വേദത്തിലുള്ള ഒരു മന്ത്രമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും തരണം ചെയ്യാം, ബ്രഹ്മഹത്യാപാപത്തെയും തരണം ചെയ്യാം. എങ്ങനെ? യഹ അശ്വമേധേന യജതേ, യാതൊരാൾ അശ്വമേധം കൊണ്ട് യജിക്കുന്നുവോ, യാഗം ചെയ്യുന്നുവോ, യ ഉ ചൈനമേവം വേദ, ഇതങ്ങനെയാണ് എന്ന് അറിയുക എന്നുള്ള വേദത്തിൻ്റെ ഒരു ശ്രുതിവാക്യം, വേദവാക്യമുണ്ട്. ആ വേദവാക്യത്തെയാണ് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ഖണ്ഡിച്ചുകൊണ്ട് തൻ്റെ തർക്കബുദ്ധി കൊണ്ട് ഹേതുവാദം ആശ്രിത്യ നിരാകരോതി എന്നാണ് ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ഹേതുവാദത്തെ, തർക്കവാദത്തെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം അതിനെയൊക്കെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് അദ്ദേഹം സമർത്ഥമായ ചില ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞത്. ചളിവെള്ളത്തെ ചളി കൊണ്ട് വൃത്തിയാക്കുന്നത് പോലെയും, മദ്യം നിറച്ച പാത്രത്തെ മദ്യം കൊണ്ട് കഴുകുന്നത് പോലെയും, ഹിംസ കൊണ്ടുണ്ടായ പാപത്തെ കഴുകിക്കളയാൻ കൂടുതൽ വലിയ ഹിംസയായിട്ടുള്ള യജ്ഞങ്ങളെ കൊണ്ട് അതിനെ മായ്ച്ചു കളയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു വാദം അദ്ദേഹം എന്തുകൊണ്ടാണ്? ഭൂതഹത്യാമേകാം പ്രമാദതോ ജാതാം ബുദ്ധിപൂർവ ഹിംസാ പ്രായൈഹി യജ്ഞൈഹി മാർഷ്ടും ന അർഹതി. അതാണ് ശ്രീധര സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂതഹത്യയെ, അത് സാധാരണ ഭൂതഹത്യയല്ല, സാധാരണ ഹിംസയല്ല. പ്രമാദതോ ജാതാം, അറിഞ്ഞുകൊണ്ട് ഞാനൊരു കുറ്റം തന്നെ ചെയ്യുകയായിരുന്നു. രാജ്യാധികാരത്തിന് വേണ്ടിയിട്ട് അറിയാതെ ചെയ്തു പോയ കുറ്റമല്ല, അറിയാതെയൊക്കെ ചെയ്തു പോയ കുറ്റങ്ങൾക്ക്, പാപങ്ങൾക്ക് പരിഹാരമായിട്ട് യാഗാദി കർമ്മങ്ങളും വ്രതങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്യാം. ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് വലിയൊരു പ്രമാദം ഞാൻ ചെയ്യുകയായിരുന്നു. എന്നിട്ട് അതിനെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ ഹിംസാപ്രായഹി യജ്ഞൈഹി, എന്നിട്ട് അതിന് വേദങ്ങളെ പ്രമാണമാക്കിയിട്ടൊക്കെ തന്നെ വളരെ ബുദ്ധിയെ പ്രയോഗിച്ചുകൊണ്ട് ഹിംസകൾ നിറഞ്ഞതായ യജ്ഞങ്ങളെ കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് സാധ്യമല്ല, അതിന് യുക്തിയില്ല എന്നാണ് പറയുന്നത്. യാഗങ്ങളിലും വലിയ അളവിലുള്ള ഹിംസയാണ് നടക്കുന്നത്. ആ ഹിംസാ പാപം കൊണ്ട് മറ്റൊരു ഹിംസയെ നമുക്ക് മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല എന്നുള്ള യുക്തിയാണ് ശ്രീ യുധിഷ്ഠിര മഹാരാജാവോട് പറഞ്ഞത്. അതിനൊക്കെ മറുപടി ശാന്തിപർവ്വത്തിലും അശ്വമേധ പർവ്വത്തിലുമായിട്ട് ഭീഷ്മാചാര്യർ യുധിഷ്ഠിര മഹാരാജാവിനെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത് നമുക്ക് മഹാഭാരതത്തിൽ കാണാം. പക്ഷെ അത് ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ അത് വിഷയമല്ല. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത അധ്യായത്തിൽ യുധിഷ്ഠിര മഹാരാജാവിനെയും കൂട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭീഷ്മരുടെ അടുത്തേക്ക് പോകുന്നു. ഭീഷ്മർ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഭീഷ്മരുടെ സ്തുതി, ശ്രീകൃഷ്ണ സ്തുതിയും മോക്ഷപ്രാപ്തിയുമാണ് അടുത്ത അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. ഈ ശ്ലോകത്തോട് കൂടിയിട്ട്, ഈ 52 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഒന്നാം സ്കന്ധത്തിലെ 8ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ 8മോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണായ നമഃ.